ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഭക്ഷ്യരാജിയാണല്ലോ നമ്മുടെ വിഷയം. ഭക്ഷ്യങ്ങളുടെ രാജി, സസ്യേതര ഭക്ഷണങ്ങളുടെ രാജി, കൃത്രിമ ഭക്ഷണങ്ങളുടെ രാജി, ഇങ്ങനെ വിവിധ തരം രാജികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ നമ്മൾ ഇതില് ഈ വേർതിരിച്ചല്ല നമ്മൾ ഓരോ സമയവും കഴിക്കുന്നത്. നമ്മുടെ ഒരു സാംസ്കാരികമായ ഭക്ഷണശീലം അനുസരിച്ച് നമ്മൾ ഇവയെല്ലാം നമ്മളെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന ക്രമം കൂടെ ബോധ്യപ്പെട്ട ശേഷമേ നമുക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഭക്ഷ്യരാജിയെക്കുറിച്ച്, ഒരു പൊതുവായ ഏകീകൃത ഭക്ഷ്യരാജിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ്? യൂണിഫൈഡ് ഫുഡ് സ്പെക്ട്രം ഷോസ് സിംപ്ലർ ഫുഡ്സ് aid health while complex foods need limiting. മനുഷ്യന്റെ ഏകീകൃത ഭക്ഷണ രാജി. ദഹന പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭക്ഷണങ്ങളെയും ഏറ്റവും ലളിതമായവ മുതൽ ഏറ്റവും സങ്കീർണമായവ വരെ ക്രമീകരിക്കുന്ന ഒരു ഏകീകൃത ഭക്ഷ്യരാജി നമുക്ക് അനുമാനിക്കാനാകും. ഞാൻ ഇതിലും വിശദീകരണം ഒഴിവാക്കാനായിട്ട് ആ പേരുകൾ മാത്രം കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ഇളനീർ, പഴച്ചാറുകൾ, ജലാംശമുള്ള പഴങ്ങൾ, മധുരമുള്ള പഴങ്ങൾ, ഇളമിലകളും മൈക്രോഗ്രീനുകളും, മൃദുലമായ പച്ചക്കറികളും പൂക്കളും തളിരുകളും, മൂത്ത ചീരകൾ, മത്സ്യം, പാലും തൈരും, മുട്ടകൾ, കിഴങ്ങുവർഗ്ഗങ്ങളും വേരുകളും, ധാന്യങ്ങളും മില്ലറ്റുകളും, പയറുവർഗ്ഗങ്ങൾ, പക്ഷിയിറച്ചി, കടൽ വിഭവങ്ങൾ, പരിപ്പുകളും വിത്തുകളും, ചുവന്ന മാംസം, ഉരകങ്ങൾ, ആന്തരാവയവങ്ങൾ, എല്ലുകളോട് ചേർന്ന മാംസങ്ങളും കൊളാജൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളും, പ്രാണികളും കൈറ്റിൻ ഭക്ഷണങ്ങളും, ശുദ്ധീകരിച്ച പഞ്ചസാര, ശുദ്ധീകരിച്ച എണ്ണകൾ, പാക്ക് ചെയ്ത പാനീയങ്ങൾ, അൾട്രാ പ്രോസസ് ചെയ്ത ലഘുഭക്ഷണങ്ങൾ, പ്രോട്ടീൻ ഐസൊലേറ്റുകൾ, പ്രോസസ് ചെയ്ത മാംസങ്ങൾ, റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ, സിന്തറ്റിക് ഭക്ഷണങ്ങൾ, വിഷങ്ങൾ. ഈ ഒരു ക്രമത്തിലാണ് ഇവ ഏകീകൃതമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആരോഗ്യ ജീവിതത്തിന് ഈ സ്പെക്ട്രത്തിലെ പൂർവ്വഭാഗത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് വേണ്ടത് എന്നും പോഷണത്തിനോ ചികിത്സയ്ക്കോ ആയി ഉത്തരഭാഗത്തെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവയുടെ അളവ് തുലവും പരിമിതമായിരിക്കണമെന്നും ഈ ക്രമരാജി നിഷ്കർഷിക്കുന്നു. അപ്പൊ ഇതിൽ നമ്മൾ ഇന്നലെ വരെ മനസ്സിലാക്കിയിരുന്ന ക്രമത്തിലെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് കാണാം. ക്രമം തെറ്റിയിട്ടില്ല, പക്ഷെ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അതില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് കാണാനാകും. അപ്പോ അതില് ഏറ്റവും ലളിതമായ ഭക്ഷണമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇളനീരാണ്. അതിന്റെ ഹോളിനെ എടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ ചകിരിയോ അല്ലെങ്കിൽ ചിരട്ടയോ ഒന്നും നമുക്ക് ദഹിക്കുന്നതല്ല. അതിലെ അകക്കാമ്പിലെ ആ നീര് മാത്രം നമ്മൾ ആരോഗ്യ സംരക്ഷണാർത്ഥമോ അല്ലെങ്കിൽ രോഗചികിത്സാർത്ഥമോ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്, ഫുഡ് സ്പെക്ട്രത്തിലെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇളനീരാണ്. ഇളനീര് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പഴച്ചാറുകൾ. അതിനുശേഷം വരുന്നത് ജലാംശമുള്ള പഴങ്ങളാണ്. പിന്നെ വരുന്നത് മധുരമുള്ള പഴങ്ങൾ. അത് കഴിയുമ്പോൾ ഇളം ഇലകളും മൈക്രോഗ്രീനുകളും, അത് പച്ചക്ക് കഴിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം മൃദുലമായ പച്ചക്കറികൾ, സാധാരണ രീതിയിലുള്ള മറ്റേ ബീൻസ് പോലുള്ള പച്ചക്കറികളും ഒക്കെ. അത് പിന്നെ പൂക്കളും തളിരുകളും. അവയുടെ പ്രത്യേകത അതിൽ ഫൈബറുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിന് ശേഷമാണ് ഈ മൂത്ത ചീരകൾ വരുന്നത്. ഇപ്പൊ മുരിങ്ങയില പോലുള്ള ചീരകളെല്ലാം വരുന്നത്. അവയില് ചെറിയ ഒരു കൺഫ്യൂഷൻ അല്ല, ചെറിയൊരു ചേഞ്ച് വരുന്ന എങ്ങനെ വെച്ചാല്, ഈ മൂത്ത ചീരകളിൽ ഇപ്പൊ ഈ സുക്കുറുമാണി ചീര, ഇംഗ്ലീഷ് ചീര എന്ന് പറയുന്നത്, മുരിങ്ങയില, ഇതുപോലുള്ള ചില ഇലകൾ, ഈ അഗസ്ത്യ ചീര എന്നൊക്കെ പറയുന്ന ചീരകളെല്ലാം തന്നെ ഇതിനുശേഷം വരുന്ന മത്സ്യത്തിന്റെയും ഈ പാലും തൈരുമുണ്ടല്ലോ, അവയ്ക്കും മുട്ടകൾക്കും ഒക്കെ അപ്പുറത്തേക്ക് മാറി നിൽക്കാറുണ്ട് പലപ്പോഴും. നമുക്ക് അറിയാം, നമ്മൾ അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ മറ്റുള്ളവയെല്ലാം ദഹിച്ചാലും ഇവയൊന്നും ദഹിക്കാതെ തന്നെ വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാനാവും. നല്ലപോലെ ചവച്ചരച്ചാൽ ഒരു പക്ഷെ കുറെയൊക്കെ
പരിമിതപ്പെട്ടു പോയേക്കുമെങ്കിലും ഇത് മലമായിട്ട് വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാനാകും. അപ്പോൾ ഈ മൂത്ത ചീരകൾ എന്ന് പറയുന്നത് ഇതിലെ പല ഭാഗത്തായിട്ട് നിൽക്കുക. ചെടിയുടെ സ്ട്രക്ചറിനനുസരിച്ചൊക്കെ അതിലെ സെല്ലുലോസ് ആണ് അതിന് പ്രധാന കാരണം. സെല്ലുലോസിന്റെ ആ ഒരു നെറ്റ്വർക്ക് അതിനകത്തുണ്ട്, അതാണ് ഇതിന് കാരണമാകുന്നത്. ഇതിനുശേഷം വരുന്നത് ഇഷ്ടംപോലെ മറ്റേ പ്രോട്ടീൻ ഫൈബറുകൾ അടങ്ങിയ മത്സ്യം ആണ് വരുന്നത്. അതിനുശേഷം പാലും തൈരും വരുന്നുണ്ട്. ഈ ദഹനത്തെ സ്വീകരിക്കുന്ന സമയത്ത് പാലും തൈരും നമ്മൾ അവിടെ നമുക്ക് പരിഗണിക്കാം. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാലും തൈരവും ഇപ്പോ ജനിക്കുമ്പോൾ 2 കിലോ 3 കിലോ ഭാരമുള്ള ഒരു കുട്ടിക്ക് ജനിക്കുമ്പോൾ 15 കിലോ ഭാരമുള്ള പശുവിന്റെ കുഞ്ഞിനുള്ള പാല് കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പക്ഷെ അത് ദഹനത്തെ അല്ല, അത് അകത്ത് ചെന്നതിന് ശേഷം ശരീരം ഉണ്ടാക്കുന്ന മറ്റ് ഈ സ്വാംശീകരണത്തിന് ശേഷം ഈ ചയാപചയ പ്രവർത്തനങ്ങളുടെ അടുത്തെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ആണ് അതിന് കാരണമാകുന്നത്. പിന്നെ വരുന്നത് മുട്ടകളാണ്. മുട്ടകളിലും ഇതുപോലെ വിവിധ തരം മുട്ടകളുണ്ട്. ചില ഇപ്പൊ കാടമുട്ട വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും ഒക്കെ വരുന്നത്. ഇതിനുമൊക്കെ അപ്പുറത്ത്, പാലിലും മുട്ടയ്ക്കും ഒക്കെ അപ്പുറത്താണ് ധാന്യങ്ങളും മില്ലറ്റുകളും വരുന്നത്. എത്ര സങ്കീർണമായ ഭക്ഷണമാണെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ വെച്ചാൽ ഉണങ്ങിയ പയറുവർഗ്ഗങ്ങൾ ഉള്ള ആ രീതിയിലുള്ളത് പിന്നീട് വരുന്നു. അപ്പോ പച്ചപ്പയറുവർഗ്ഗങ്ങൾ എന്നുള്ളത് മൃദുലമായ പച്ചക്കറികൾ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലാണ് വരിക. ഇവയ്ക്ക് ശേഷമാണ് പക്ഷിയിറച്ചി വരുന്നത്, കോഴി തുടങ്ങിയ കാര്യങ്ങളുടെ. അതിലും പക്ഷികളുടെ ശരീരത്തിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് മാറ്റമുണ്ട്. പിന്നെ കൃത്രിമ പക്ഷിയിറച്ചികൾ അവൈലബിൾ ആണ്. അവയുടെയൊക്കെ കാര്യം വരുന്നത് ഇതിനും അപ്പുറത്താണ്. പിന്നെ വരുന്നത് കടൽ വിഭവങ്ങളാണ്. കടൽ വിഭവങ്ങൾക്ക് ശേഷം ആണ് അതിന്റെ ഒരു പ്രോസസ്സിങ്ങിനും കൂടുതൽ സങ്കീർണമാണ് പരിപ്പുകളും വിത്തുകളും. മനസ്സിലാക്കുക, പരിപ്പ് നമ്മൾ സ്ഥിരം നമ്മുടെ ഭക്ഷ്യത്തിൽ ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് ശരീരത്തിൽ എത്രത്തോളം ലോഡ് വരുന്നുണ്ടെന്നുള്ളത്. അതിനുശേഷമാണ് ചുവന്ന മാംസം വരുന്നത്. ഈ ചുവന്ന മാംസത്തിനേക്കാളും ഡെൻസ്ഡ് ആണ് ഈ കൊളാജൻ ചേർന്നിട്ടുള്ള ഉരകങ്ങളുടെ വരുന്നത്. അത് ഇപ്പൊ പാമ്പിനെ പോലുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള കയ്യും കാലും ഇല്ലാത്ത ഉരകങ്ങളാണെങ്കിൽ അത് മത്സ്യത്തിന് ശേഷം വരും. ബാക്കിയുള്ളത് കയ്യും കാലും വെച്ചിട്ടുള്ള ഉരകങ്ങൾ എന്ന് പറയുന്നത് ഈ കൊളാജൻ സമ്പുഷ്ടമായത് കൊണ്ട് തന്നെ അത് ചുവന്ന മാംസത്തിനും അപ്പുറത്താണ്. അതിനും ഡെൻസ്ഡ് ആണ് ആന്തരാവയവങ്ങൾ എന്ന് പറയുന്നത്. കാരണം അത് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. മാത്രമല്ല ഒരുപാട് രാസവസ്തുക്കൾ, മറ്റ് വിഷങ്ങളെയെല്ലാം വിഘടനം ചെയ്യാൻ പാകത്തിലുള്ള ഘടനയും അതുപോലെ തന്നെ മറ്റേ വിഷങ്ങൾ വന്നു കഴിഞ്ഞാൽ തകരാത്ത രീതിയിലുള്ള സ്ട്രെങ്ത്തുമുള്ള അവയവങ്ങളായിരിക്കും മിക്കവാറും ആന്തരാവയവങ്ങളും ഒക്കെ. ആന്തരാവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പേശികളെ അല്ല പറയുന്നത് കേട്ടോ. ഇപ്പൊ കരൾ പോലുള്ള ആന്തരാവയവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷമാണ് എല്ലുകളോട് ചേർന്ന മാംസങ്ങളും കൊളാജൻ സമ്പുഷ്ടമായ മറ്റു ഭക്ഷണങ്ങളൊക്കെ വരുന്നത്. പിന്നെ കൈറ്റിൻ സമ്പുഷ്ടമായ പ്രാണികളും ഭക്ഷണങ്ങളുമാണ് വരുന്നത്. പ്രാണികളുടെ സാധാരണ ഭാഗങ്ങൾ എടുക്കുന്നതിനല്ല മറ്റ് കൈറ്റിൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കൈറ്റിൻ എന്ന് പറയുന്നത് ഈ സെല്ലുലോസിന്റെ തന്നെ ഒരു കട്ടിയായിട്ടുള്ള നെറ്റ്വർക്കാണ്. ഇതിനും ശേഷമാണ് നമ്മൾ സാധാരണ പാലിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുന്ന ശുദ്ധീകരിച്ച പഞ്ചസാര എന്ന് പറയുന്നത്. ദഹനം എളുപ്പവും, പക്ഷെ തുടർന്നുള്ള ക്രിയകൾക്ക് അത് പ്രശ്നമാണ്. പിന്നെയാണ് വരുന്നത് ശുദ്ധീകരിച്ച എണ്ണ. ഇങ്ങനെ വനസ്പതി പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് ശേഷമാണ് വരുന്നത്. അതിനുശേഷമാണ് പാക്ക് ചെയ്ത പാനീയങ്ങൾ, ഈ കൊക്കക്കോളയും നമ്മുടെ എന്താ പറയാ മാംഗോ ഡ്രിങ്ക് ഒക്കെ വരില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ വരുന്നത്. അൾട്രാ പ്രോസസ് ചെയ്തിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ ബേക്കറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പല ചൈനീസ് വിഭവങ്ങളും ഒക്കെ വരുന്നത് അതിനുശേഷമാണ്. ഈ പ്രോട്ടീൻ പൗഡർ പോലുള്ള പ്രോട്ടീൻ ഐസൊലേറ്റുകളാണ് അതിനും ശേഷം വരുന്നത്. നോക്കൂ എത്രത്തോളം സങ്കീർണതയിലേക്ക് പോകുന്നു എന്നുള്ളത്. അതിനും ശേഷമാണ് പ്രോസസ് ചെയ്ത മാംസം എന്ന് വെച്ചാൽ വെട്ടി. ഇപ്പൊ റെഡ് മീറ്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രോസസ് ചെയ്ത് വെച്ചാൽ അത് പ്രോസസ് ചെയ്ത് ടിന്നിലാക്കി നമുക്ക് മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ കിട്ടും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതിനുശേഷമാണ്. പിന്നെയാണ് വരുന്നത് റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ. റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഈ കൃത്രിമ ഭക്ഷണം എന്നുള്ള വർഗത്തിൽ പെടുന്നതല്ല, സിന്തറ്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ വരുന്നത്. അതിൽ ഒരുപാട് പ്രോസസ്സുകളൊക്കെ ചെയ്തു വരുന്നത്.
ഇതിന്റെയൊക്കെ അപ്പുറത്താണ് വിഷങ്ങൾ വരുന്നത്. ഇതിൽ പലതും വിഷമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ മരണകാരണമാക്കുന്ന വിഷയങ്ങളല്ല. ഇപ്പോ പൊട്ടാസ്യം സയനൈഡ് പോലുള്ള വിഷങ്ങളും പലതരം വിഷങ്ങളുണ്ടല്ലോ മരിച്ചു പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ ഈ വിഷങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തേത്. അത് ആദ്യത്തേത് കരിക്കൻ വെള്ളമായിരിക്കുമ്പോൾ ഏറ്റവും അവസാനത്താണ് വിഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവയെല്ലാം ഭക്ഷ്യങ്ങളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താം, അല്ലെങ്കിൽ ഭക്ഷ്യ രീതിയിൽ തന്നെ അത് കഴിഞ്ഞു പോകും. ചില വിഷങ്ങൾ കഴിച്ചാൽ മരണപ്രായമായാലും മരിക്കില്ല. അപ്പോ വിഷത്തെയും ശരീരം കടത്തിവിടാൻ പാകത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട് ശരീരത്തിന്. ഇപ്പം പക്ഷെ അത് എപ്പോഴും താങ്ങാൻ പറ്റണമെന്നില്ല. ഈ ശരീരത്തെയാണ് നമ്മൾ ഇങ്ങനെ പലതും നിരന്തരം തിരിച്ചും മറിച്ചും കൊടുത്ത് ഇവയിൽ പലതും ചേർത്ത് കഴിച്ച് നമ്മുടെ ശരീരത്തെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇതില് ആരോഗ്യ ജീവിതത്തിന് ഈ സ്പെക്ട്രത്തിലെ പൂർവ്വഭാഗത്തെ, അതായത് ആദ്യ ഭാഗത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആരോഗ്യം നല്ലപോലെ ഉണ്ടാവും. ചികിത്സയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഈ സ്പെക്ട്രത്തിന്റെ ഇപ്പുറത്തേക്ക് നീങ്ങിയാൽ മതി. അതായത് തുടക്ക ഭാഗത്തേക്ക് ഞാൻ എന്റെ വശത്ത് നിന്ന് കാണിക്കുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ വശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ എന്റെ മുന്നിലെ സ്പെക്ട്രം കാണുന്ന സമയത്ത് ആദ്യ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്, കരിക്കൻ വെള്ളത്തിന്റെ ആ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ഭക്ഷ്യങ്ങൾ മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ശമനം ഉണ്ടാവും. ആരോഗ്യം സംരക്ഷിക്കാനും ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയേക്കാളും ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. ചിലപ്പോ ചില പോഷകങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങൾ, ചില നട്ട്സും ചിലതെല്ലാം കഴിക്കേണ്ടി വരാറുണ്ട്. വേണമല്ലോ, പോഷണത്തിന് വേണ്ടി നമ്മൾ നട്ട്സ് കഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ചില ഘടകങ്ങൾ കിട്ടാനായിട്ട് മത്സ്യം പോലുള്ള കാര്യങ്ങളെല്ലാം കഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അങ്ങനെ കഴിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പൊ റൈറ്റിലേക്കാണ് പോവുക, അല്ലെ? സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അപ്പൊ നമ്മൾ അനുവർത്തിക്കേണ്ട നിർബന്ധമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അതിന്റെ അളവ് വളരെ പരിമിതപ്പെടുത്തുക. ഇപ്പോ നട്ട്സ് കഴിക്കുകയാണ്, 1 or 2 അത് മതി. അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശരീരത്തിന് കഴിയും. അതിൽ നിന്ന് വേണ്ടത് എക്സ്ട്രാക്ട് ചെയ്യും. കുറഞ്ഞ അളവിലാണെങ്കിൽ കുറഞ്ഞ അളവിൽ തന്നെ അത് എക്സ്ട്രാക്ട് ചെയ്തോളൂ. അപ്പോ ഉത്തരഭാഗത്തേക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവയുടെ അളവ് തുലവും പരിമിതമായിരിക്കണം എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇടതുവശത്തുള്ളതാകുമ്പോൾ ആവശ്യത്തിന് കഴിക്കുക, വലതുവശത്തുള്ളതാകുമ്പോൾ ഇപ്പൊ മാംസം കഴിക്കുക. ഇപ്പോ ഈ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മുതലയുടെ ഇറച്ചി ഭയങ്കര കട്ടിയാണ്. ഈ സംഭവം ഔഷധമായിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ നോൺ വെജ് ഫുഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്, ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുതലയുടെ ഇറച്ചിയൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ ഒരു ചെറിയ അളവിൽ, വളരെ ചെറിയ അളവിൽ അത് മാത്രം കഴിക്കുക. അപ്പൊ അതുപോലെ നട്ട്സോ ഇങ്ങനെയുള്ളതെല്ലാം കഴിക്കാൻ വളരെ കുറച്ച് മാത്രം കഴിക്കുക. വലതുവശത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം കഴിക്കുക. അത് വയറ് നിറച്ച് കഴിക്കുക. ഇപ്പൊ ഈ ചിക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 1 ചിക്കൻ 2 ചിക്കനൊക്കെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയെ എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇയാളിനെ പോലെ ചെയ്യാറുണ്ട്, അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും കഴിച്ചു പോകരുത്. അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ശരീരത്തിന് ഉണ്ടാവുക. തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരം വളരെ വലിയ കൺഫ്യൂഷനുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ, സ്പെക്ട്രത്തിന്റെ റൈറ്റ് സൈഡിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ അളവ് വളരെ ചുരുക്കി വരിക. ഇടതുവശത്തേക്ക് പോകണമെങ്കിൽ ആവശ്യത്തിന് കഴിക്കുക. ആരോഗ്യം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിലും ശമനം ഉണ്ടാകണമെങ്കിലും ഇടതുവശത്തേക്ക് പോകും. അതുകൊണ്ടാണ് പലപ്പോഴും പല രോഗങ്ങളും വരുന്ന സമയത്ത് കരിക്കൻ വെള്ളം മാത്രം അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് മാത്രം കഴിച്ചിട്ടിരിക്കാൻ പറയുന്നത്. വളരെ പെട്ടെന്ന് ശരീരത്തിന് റിക്കവറി ഉണ്ടായി വരും. അപ്പോൾ ഈ ഒരു സ്പെക്ട്രം എന്നുള്ള കാര്യം നമ്മുടെ ബോധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് എന്തു ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് വ്യക്തത വരും. അപ്പോ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ദഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലായതാണ്. ഇത് ഓരോ ഘട്ടവും ഇഷ്ടം പോലെ ഊർജം ചെലവാക്കുന്നുണ്ട്, ശരീരത്തെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുന്നുണ്ട്, ഒരുപാട് രാസികങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ശുചീകരിക്കാൻ വേണ്ടി, ഇത് രക്തത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് കരൾ പ്രവർത്തിക്കേണ്ടി വരാറുണ്ട്. ഇത് രക്തത്തിലേക്ക് കൊഴുപ്പൊക്കെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പമ്പ് ചെയ്ത് ശരീരത്തിനകത്തൂടെ കടത്തിക്കൊണ്ടുവരേണ്ട പരിപാടി, ലോഡോടുകൂടി കടത്തിക്കൊണ്ടുവരേണ്ട പരിപാടി ഹൃദയത്തിന് എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോ നമ്മൾ ഭക്ഷണത്തിന്റെ ലാളിത്യം കൊണ്ടുവരികയാണെങ്കിൽ ശരീരത്തിന് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും, ശരീരത്തിന് കൺവേ ചെയ്യാൻ എളുപ്പമായിരിക്കും, ശുചീകരണ പ്രക്രിയ എളുപ്പമായിരിക്കും, ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി തന്നെ എളുപ്പമായിരിക്കും. മെറ്റാബോളിക് ഡിസോർഡറുകൾ മാറണമെന്നുണ്ടെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു ക്രമീകരണം നടത്തിയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇനിയും ഇപ്പൊ ഭക്ഷ്യരാജിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇനിയും ഭക്ഷ്യങ്ങളുടെ മറ്റു ചില ചേരുവകളെ കുറിച്ച് കൂടെ പറയാറുണ്ട്. അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഭക്ഷ്യരാജി എന്നുള്ളത് ഒരു ഏകീകൃത ഭക്ഷ്യരാജി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുക, മനസ്സിലൊരു ചിത്രം വ്യക്തമായി സൂക്ഷിക്കുക.
നിങ്ങളുടെ ഭക്ഷണത്തെ ഇതുമായി താരതമ്യം ചെയ്ത് നിരീക്ഷിക്കുവാനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഇന്നത്തെ എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.